ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് ധ്യാന വിചിന്തനത്തിനായി നമുക്ക് നൽകുക വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം അവൻ അത്ഭുതകരമായി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടും അവനിൽ വിശ്വസിക്കാത്തത് കണ്ടിട്ട് ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയ കാഠിന്യമാണ് നിങ്ങൾക്ക് ഇനിയും വിശ്വസിക്കാനായിട്ട് കഴിയാത്തതിൻ്റെ കാരണം. ആ തലമുറയെ, ആ കണ്ട് വിശ്വസിക്കാൻ സാധ്യതയുള്ള ആ മക്കളെ ഈശോ കുറ്റപ്പെടുത്തുകയാണ്, ഇനിയും വിശ്വസിക്കാത്തത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലും നമുക്ക് എന്തോരം കൃപകളാണ് ഈശോ നൽകുന്നത്. ഒന്നിനു മേൽ ഒന്നൊന്നായി ഒത്തിരി കൃപകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് ഇനിയും ആഴമായൊരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് കഴിയുന്നില്ല? വെച്ച് കാരണങ്ങൾ മതി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നും വഴിതെറ്റിപ്പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല വിശ്വാസമാണ്, ബോധ്യമാണ്. പക്ഷെ ഉദ്ധാനം ചെയ്ത ഉദ്ധിതനായ ദിവ്യകാരുണ്യമായിരിക്കുന്ന ഈശോയെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന, നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ആ ദൈവിക യാഥാർത്ഥ്യത്തെ നമുക്ക് ആഴമായി വിശ്വസിക്കാനായിട്ട് കഴിയാത്തതിൻ്റെ കാരണം ഈശോ പറയാണ്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ്. നിങ്ങളുടെ ഹൃദയം ആഴമായ ബോധ്യങ്ങളിലേക്ക് ഇനിയും വളരാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മക്കളെ, ഇനിയും അത് നിങ്ങൾക്ക് പരിവർത്തനം ആവശ്യമാണ്. ഹൃദയത്തിൻ്റെ കാഠിന്യത്തെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഒരു കഠിനമായ ഒരു വസ്തുവിനെ മറ്റൊരാൾക്ക് എളുപ്പത്തിൽ സ്വീകരിക്കുക എളുപ്പമല്ല. അല്ലേ? ഏതൊരു വസ്തു അങ്ങനെയാണല്ലോ. വഴങ്ങിക്കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എളിമപ്പെട്ട് കൊടുക്കുമ്പോഴാണ് മറ്റൊരാൾക്കത് സ്വീകാര്യമാകുന്നത്. ഇപ്പോൾ വളരെ വ്യക്തമായ ഉദാഹരണം, നമ്മൾ മേടിക്കുന്ന അരിയായിട്ട് തന്നെ നമുക്ക് തിന്നാനായിട്ട് പറ്റില്ല. അരി തിന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ മരിച്ചു പോകും, അല്ലെങ്കിൽ അത് നിലനിൽക്കില്ല, നമുക്ക് നല്ലതല്ല ശരീരത്തിന്. ആ അരി എപ്പോൾ വേവാനായിട്ട് അനുവദിക്കപ്പെടുന്നുവോ, അത് ചൂടുവെള്ളത്തിലിട്ട് വെന്തുരുകാനായിട്ട് അതിനെ തന്നെ വിട്ടുകൊടുക്കാൻ സമ്മതിക്കുന്നുവോ, അപ്പോഴാണ് ആ അരിക്ക് മറ്റൊരാളെ സ്വീകരിക്കാനുള്ള കൃപ കൊടുക്കുക, മറ്റൊരാൾക്ക് വളർച്ചയ്ക്ക് കാരണമാകാൻ സാധ്യത ഒരുക്കി കൊടുക്കുക, മറ്റൊരാൾക്ക് ആ അരി കൊണ്ട് ഉപകാരം ഉണ്ടാവുക. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മളിങ്ങനെ ഹൃദയം കഠിനമാക്കിക്കൊണ്ട് ജീവിച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഓക്കെ. പക്ഷേ അങ്ങനെ ഓക്കെ അല്ല. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു തലമുറ മുഴുവനായിട്ടാണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈശോ പറഞ്ഞ്, നിങ്ങളുടെ ഹൃദയം കഠിനമാകരുത്. കഠിനമായി കഴിഞ്ഞാൽ എന്താ? ഒരു അപ്പൻ്റെ ഹൃദയം കഠിനമായി കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവൻ തകർന്നു പോകും. മക്കൾ ഇത് കണ്ടാണ് വളരുന്നത്. അല്ലെങ്കിൽ മക്കളുടെ ധാർമ്മിക ജീവിതവും വിശ്വാസ ജീവിതവും ഒക്കെ വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പൻ്റെ ഹൃദയത്തെ കണ്ടുകൊണ്ടാണ്. ഒരമ്മയുടെ ഹൃദയം കഠിനമായി കഴിഞ്ഞാൽ ഇതേ അവസ്ഥയെ സംഭവിക്കുക. കുടുംബത്തിൻ്റെ എല്ലാ ആത്മീയ വളർച്ചയ്ക്കത് മാന്ദ്യം വരുത്തും. കാരണം എന്താണ്? ഒരമ്മ കുടുംബത്തിൻ്റെ വിളക്കാണ് പറയുക. ആ വിളക്കിൽ ഈ ആത്മീയത ഇല്ലാതെ പോയി കഴിഞ്ഞാൽ, ആ ആത്മീയത ഇല്ലാതെ പോയി കരിന്തിരിയായി മാറും. കരിന്തിരിക്കുള്ള പ്രശ്നം എന്താണ്? അത് ദുർഗന്ധം ഉണ്ടാക്കും, അത് ഇരുട്ടുണ്ടാക്കും. കാരണം ഈ അമ്മയിലെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബത്തിൽ ഇരുട്ടാകും, ദുർഗന്ധം ഉണ്ടാകുമെന്നാണ് നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ അമ്മയുടെ ഉള്ളിൽ ആത്മീയത നിറയണമെങ്കിൽ അമ്മയുടെ ഹൃദയം അത് പരിവർത്തനം പ്രാപിക്കേണ്ടതുണ്ട്, കഠിനമാകാതിരിക്കേണ്ടതുണ്ട്, മൃദുലമാകേണ്ടതുണ്ട്, മറ്റുള്ളവർക്ക് സ്വീകാര്യമായി തീരേണ്ടതുണ്ട്, ആത്മാവ് നിറഞ്ഞതായിരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പ് ഞാൻ ഉദ്ധാനം ചെയ്തിട്ടും നിങ്ങൾക്ക് എന്താ എന്നെ വിശ്വസിക്കാൻ കഴിയാത്തത്? നിങ്ങൾക്ക് വേണ്ടി ഒരപ്പമായി തീർന്നിട്ട് നിങ്ങൾക്ക് എന്താ എന്നെ വിശ്വസിക്കാനായിട്ട് കഴിയാത്തത്? അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ്. ആ അപകടം മറ്റൊരാളിലേക്ക് നമ്മുടെ ജീവിതം എത്തി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഈശോ അങ്ങനെയായിരുന്നില്ലേ? പിതാവായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവികതയെല്ലാം മാറ്റിവെച്ചു. അവൻ്റെ ഹൃദയത്തിൻ്റെ കഠിനമാക്കപ്പെടേണ്ട സാധ്യതകൾ ഏറെ ഉണ്ടായിരുന്നു. അവന് മനുഷ്യകുലത്തെ കൊന്നുകളയാൻ വേണ്ടി അവന് സാധിക്കുമായിരുന്നു. തന്നെ പീഡിപ്പിച്ചവരെ വേണമെങ്കിൽ നശിപ്പിക്കാമായിരുന്നു. അങ്ങനെയൊന്നും നശിപ്പിക്കാതെ അപ്പൻ്റെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകൊടുക്കുക. അതാണ് ഹൃദയത്തിൻ്റെ പരിവർത്തനം. മൃദുലമായ ഹൃദയം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. മക്കളുടെ അനുഭവങ്ങളെ, മക്കളുടെ കുറവുകളെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് കുരിശിൽ കടന്നുകൊണ്ട് ഈശോ പറഞ്ഞത്, ദൈവമേ, അപ്പാ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. ഒരു ഹൃദയം കഠിനമായ ഒരു മനുഷ്യന് ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ. ഹൃദയം കഠിനമായ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അത് ഈശോ കാണിച്ചെന്ന മാതൃക അത് തന്നെയല്ലേ. എന്നിട്ട് ഈശോ പറയാണ്, നിങ്ങൾക്ക് വിശ്വാസം എപ്പോഴെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി, അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം കൊണ്ടാണ്.
ഹൃദയം കല്ലുപോലെ ആയതുകൊണ്ടാണ് എനിക്കെല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്നൊരു മിഥ്യാധാരണ. അല്ലെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഞാൻ പെർഫെക്റ്റാണ്, ഞാൻ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്, പ്രാർത്ഥിക്കുന്നത്, എനിക്കെന്തിനാണ് കുമ്പസാരിക്കേണ്ട ആവശ്യം, ഞാൻ പെർഫെക്റ്റാണ്. അത് ഹൃദയത്തിൻ്റെ കാഠിന്യമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? തലമുറ മുഴുവനായിട്ട് നശിച്ചു പോകും. നമ്മുടെ കുടുംബത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള മിഥ്യാധാരണ നമുക്കുണ്ടാകും. ഒരു തിരുത്തൽ നമുക്ക് ആവശ്യം വരുമ്പോൾ അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ഒരു സങ്കടങ്ങളിൽ, ഒരു ബലഹീനതകളിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് തോന്നില്ല. അതാണ് അതിൻ്റെ വിഷയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ചിന്തകൾ നമുക്ക് മനസ്സിൽ ധ്യാനിക്കണം. ദൈവമേ, എപ്പോഴെങ്കിലും എൻ്റെ വിശ്വാസം പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒന്നേ ഉള്ളൂ കാരണം എൻ്റെ ഹൃദയം അത് കല്ലുപോലെ ആയിക്കൊണ്ടിരിക്കുക. ഒന്നിനെയും എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല, എളിമപ്പെടാൻ പറ്റുന്നില്ല. എൻ്റെ ജീവൻ ദൈവം തന്നതാണെന്നുള്ള ബോധ്യം എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് എൻ്റെ വിശ്വാസം എനിക്ക് നഷ്ടമായിക്കൊണ്ട്. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യത്തിലേക്കൊന്നും നമുക്ക് അടുക്കാനായിട്ട് പറ്റാതെ വരുന്നത്. ഈശോ നമ്മുടെ കൺമുമ്പിൽ അപ്പമാകുന്നൊരു യാഥാർത്ഥ്യത്തെ നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നതും ആ ഹൃദയത്തിൻ്റെ കല്ലുപോലത്തെ അവസ്ഥയുടെ പ്രത്യേകതയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോ പറയാണ്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രത്യേകത എന്താണ്? നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തും, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, നിങ്ങൾ എന്ത് കഴിച്ചാലും നിങ്ങളത് ബാധിക്കില്ല. അല്ലേ? ഇന്ന് നോക്കിയേ, എന്തോരം തിന്മകളാണ് നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? നമുക്ക് ആഴമായ വിശ്വാസം. നമ്മൾ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ബോധ്യങ്ങൾ, വിശ്വാസത്തിൻ്റെ ബോധ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കൂടോത്രം വെച്ചു, എൻ്റെ വീട്ടിൽ അതുകൊണ്ട് വെച്ചു, എൻ്റെ വീട്ടിൽ മുട്ട വെച്ചു, അല്ലെങ്കിൽ ഇന്നയാൾ എനിക്കിത് കുടിക്കാൻ തന്നു, ഇന്ന അമ്പലത്തിൽ പോയി ഞാനിത് കഴിച്ചു, എനിക്ക് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് ഞാൻ സങ്കടപ്പെട്ട് പേടിച്ച് ജീവിക്കാൻ കാരണം എന്താണ്? നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഒരു ദൈവിക വിശ്വാസമുള്ള മനുഷ്യരെ പിന്നെ ഒരു പിശാചും ബാധിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ട്, ഈ മലയെ ഇവിടെ നിന്ന് മാറിപ്പോകാൻ അനുവദിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രതിസന്ധിയും, ഒരു മതവിശ്വാസവും, ഒരു കൂടോത്രങ്ങളും നമ്മൾ ഏൽക്കാതിരിക്കണമെങ്കിൽ ആഴമായ ഒരു വിശ്വാസ ബോധ്യം നമുക്കുണ്ടാകും. അല്ലെങ്കിൽ ശരിയാണ്, പിശാചുണ്ട്, തിന്മയുണ്ട്, ഏത് കൂടോത്രവും നമ്മളെ നശിപ്പിച്ച് കളയും. എന്താ കാരണം? നമുക്ക് ആഴമായി ബോധ്യമില്ല, നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഇല്ല. ആ ക്രിസ്തു ഇല്ലാത്തടത്ത് പിശാച് വ്യാപരിക്കും. ക്രിസ്തു ഇല്ലാത്ത കുടുംബത്തിൽ പിശാച് കയറി പണിയും. ക്രിസ്തു ഇല്ലാത്ത പറമ്പിൽ പിശാച് നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു മതവിശ്വാസത്തിൻ്റെയും ഒരു തിന്മയും നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഈശോ പറയാണ്. അതുകൊണ്ട് വചനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തു കുടിച്ചാലും നിങ്ങളത് നശിപ്പിക്കില്ല. വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കുടിച്ചാലും, എന്ത് തിന്മ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും നിങ്ങളത് നശിപ്പിക്കില്ല. അതാണ് ഏറ്റവും വലിയ തെളിവ്. അതാണ്. അതുകൊണ്ട് ഈ ആഴമായ ബോധ്യത്തിലേക്ക്, വിശ്വാസത്തിൻ്റെ നല്ല ബോധ്യങ്ങളിലേക്ക് കടന്നു വരാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് ഈ ബോധ്യം കൊടുക്കുവാൻ, എളിമയുടെ, സ്നേഹത്തിൻ്റെ, എൻ്റെ തലമുറയ്ക്ക് ദൈവിക ജ്ഞാനം കൊടുക്കുവാനുള്ള ആത്മാവിൻ്റെ ബോധ്യങ്ങൾ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.